ജോസ 2025 ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരിക്കുകയാണ്. ഇത്രയും കാലം വന്നിരുന്നത് ട്രയൽ അലോട്ട്മെന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ വരുന്നത് ട്രയൽ അലോട്ട്മെന്റ് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള അലോട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോളേജസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ കോളേജസിന്റെ അടിയിലുള്ള കോളേജസുകളെല്ലാം തന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ നിങ്ങൾ എന്തായാലും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോളേജസ് ആണല്ലോ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫീസ് അടയ്ക്കുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക, അതിന്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതൊക്കെ ഓൾറെഡി മുമ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ ഒരു ഇഷ്യൂ വരില്ല. അന്നേരം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സിന് എന്തെങ്കിലും കറക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ അവർ കറക്റ്റ് ചെയ്യാനായിട്ട് പറയും. ഇൻക്ലൂഡിങ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എല്ലാം തന്നെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫ്രീസ് ഫ്ലോട്ട് സ്ലൈഡ് എന്നൊരു 3 ഓപ്ഷൻ ഉണ്ട്. BRക്കാരെ സംബന്ധിച്ചിട്ട് നമുക്കിതിൽ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവണമെന്നില്ല. ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറന്റ് കിട്ടിയ കോളേജിൽ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഫ്രീസ് ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള കോളേജസ് ആണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റിയിലും മുകളിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടിയ കോളേജ് നഷ്ടപ്പെടില്ല. കിട്ടിയ കോളേജ് ഫിക്സഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കോളേജിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് കിട്ടിയ കോളേജ് സീറ്റ് കളഞ്ഞുകൊണ്ട് ഹയർ ഓപ്ഷൻസിലേക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ NIT കാലിക്കറ്റ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഹയർ ഓപ്ഷനായിട്ട് SPA ഡൽഹിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഉള്ളൊരു സീറ്റ് വേക്കൻസി SPA ഡൽഹിയിൽ വന്നാൽ NIT കാലിക്കറ്റിൽ നിങ്ങളുടെ സീറ്റ് മറ്റൊരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് SPA ഡൽഹിക്ക് നിങ്ങൾക്ക് സീറ്റ് കിട്ടും. ഇതിൽ പറയാനൊരു കാര്യം, നിങ്ങൾക്ക് പിന്നീട് ഡബിൾ മൈൻഡ് ആവരുത്. കാരണം ഹയർ ഓപ്ഷൻസ് കിട്ടി നമുക്ക് അങ്ങോട്ട് മാറ്റി തന്നാൽ ഒരിക്കലും പുറകിലോട്ട് പോകാനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഇനി അടുത്തത് ഫ്ലോട്ടാണ്. അപ്പോൾ കറന്റ് ആയിട്ടുള്ള ഒരു ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനൊപ്പം ഹയർ അലോട്ട്മെന്റുള്ള മറ്റു കോളേജുകളിലേക്ക് കിട്ടാനായിട്ട് ഉള്ളൊരു സംഭവമാണ് ഫ്ലോട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് കൂടുതൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ വൺസ് ഫ്ലോട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് കിട്ടുകയും ചെയ്യും, ഹയർ ഓപ്ഷൻസ് മറ്റു കോളേജസിലേക്ക് പോകാനും പറ്റും. അത് കഴിഞ്ഞുള്ളത് സ്ലൈഡാണ്. സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസ് കറന്റ്ലി ഉള്ള കോളേജസിൽ തന്നെ, അതായത് എഞ്ചിനീയറിംഗും BRക്കും ഒക്കെ ഒരുമിച്ച് ശ്രമിക്കുന്നവർ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, മെക്കാനിക്കൽ. അപ്പോൾ ആ കിട്ടിയ കോളേജ് ഇപ്പോൾ NIT കാലിക്കറ്റിൽ ഇപ്പോൾ സിവിൽ കിട്ടി, മെക്കാനിക്കൽ കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് കിട്ടി ഹയർ ഓപ്ഷൻസ് പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻസിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. അത്തരം കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സ്ലൈഡ് എന്നുള്ള ഓപ്ഷൻ. ഇതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിനെ പറ്റിയാണ്. അതായത് 14-ാം തീയതി 10 മണിക്കാണ് അലോട്ട്മെന്റ് വന്നത്. അപ്പോൾ വെഡ്നെസ്ഡേ 18-ാം തീയതി വരെയാണ് നമുക്ക് ഓൺലൈൻ റിപ്പോർട്ടിംഗ്, ഫീ പേയ്മെന്റ്, ഡോക്യുമെന്റ് അപ്ലോഡ്, റെസ്പോൺസ് ബൈ കാൻഡിഡേറ്റ് ടു ക്വറീസ് ഇതൊക്കെ വരികയാണെങ്കിൽ, ക്വറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ഡോക്യുമെന്റ്സിന്റെ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ 18-ാം തീയതി 5 മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെന്റ്. 19-ാം തീയതിയാണ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യേണ്ടത്. 20-ാം തീയതിയാണ് ക്വറീസിന്റെ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഹയർ ഓപ്ഷൻസിൽ ആവശ്യമില്ലാത്തതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് സാറ്റർഡേ ജൂൺ 21-നാണ്. ഓക്കെ, അപ്പോൾ അതുവരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇതിനെ ഓരോന്നിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു. BRB ഡിസൈൻ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു എൻട്രൻസിന് വേണ്ടി ചിലവാക്കുന്ന ചിലവിനെ പറ്റി ആലോചിച്ച് വളരെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇഗ്നൈറ്റ് തൃശ്ശൂർ 10 വർഷത്തെ പാരമ്പര്യമുള്ള ഇഗ്നൈറ്റ് തൃശ്ശൂർ വളരെ ചുരുങ്ങിയ ചെലവിൽ കുട്ടികൾക്കായി ഈ എൻട്രൻസിൻ്റെ എക്സാം പ്രിപ്പറേഷൻ തയ്യാറാക്കുന്നത്. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെല്ലാം തന്നെ വളരെ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള NIT കാലിക്കറ്റ്, SPA ഡൽഹി, SPA ഭോപ്പാൽ മുതലായ കോളേജുകളിലും, അതുപോലെ തന്നെ കേരളത്തിലുള്ള CET ട്രിവാൻഡ്രം, GC തൃശ്ശൂർ മുതലായ ഗവൺമെൻറ് കോളേജിലും അഡ്മിഷൻ കരസ്ഥമാക്കുന്നതിൽ വിജയിക്കാറുണ്ട്. അതിനുള്ള കാരണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് കോച്ചിങ് ഫോർ NAT ആൻഡ് JEE പേപ്പർ 2, ഇതുകൂടാതെ NID, NIFT, UCET മുതലായ ഡിസൈൻ ആസ്പിരൻസിന് അതിനുവേണ്ട സ്പെഷ്യൽ കോച്ചിങ്, സൃഷ്ടി മുതലായ വർക്ക്ഷോപ്പുകൾ, ഇതെല്ലാമാണ് ഇഗ്നൈറ്റ് തൃശ്ശൂരിനെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ ക്രിസ്പായി തന്നെ പഠിപ്പിക്കുകയും വളരെ ഷോർട്ടായി അവർക്ക് മൈക്രോ SM ക്ലാസ്സുകളിലൂടെയും മറ്റും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ കാലയളവിൽ തന്നെ കുട്ടികളെ ഇത്തരം എക്സാമുകൾ എഴുതാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ളത് ഇഗ്നൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്.